ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നോമ്പിലേക്കുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാവും. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നോമ്പിൻ്റെ സമയത്തൊക്കെ എളുപ്പമാവും. മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കി വെക്കാൻ പറ്റുന്നൊരു വീഡിയോ ഷെയർ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്താ എളുപ്പമല്ലേ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക്. ഇതിപ്പോൾ സംഭവം എന്താണെന്നറിയോ, എൻ്റെ മോളെ പുതിയാപ്പിളിൻ്റെ ഉമ്മ അവർക്കിങ്ങനെ കൊടുത്തു വിടുന്നതാണ് പലതരം ഫ്രോസൺ ആയിട്ടുള്ള വിഭവങ്ങൾ. ഇതിൽ കറികളുണ്ട്, അതുപോലെ ഫ്രോസൺ വിഭവങ്ങൾ, സ്നാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ മുന്നേ അവരെ മോനിക്ക് ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷവും മോള് കൂടെ ഉണ്ടെങ്കിലും അവർ ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട്. അവർക്ക് ഹെൽപ്പിന് ഒരാളുണ്ട് വീട്ടിൽ. ഇതിൽ സംഭവം എല്ലാത്തരം കറികളുമുണ്ട്. പ്രോൺസ്, അതുപോലെ ചിക്കന്, മട്ടന്, പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള റോള്, കട്ട്ലറ്റ്, സമൂസ, എല്ലാത്തരം വിഭവങ്ങളുണ്ട്. നമ്മൾ ഇതുപോലെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കറി ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അങ്ങനെ തന്നെ നമുക്ക് ചിക്കനും മട്ടനും ഒക്കെ ചെയ്ത് വെച്ചാൽ മതി. ഒരുപാടൊന്നുമില്ല, നമ്മളിങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഓരോ ഐറ്റംസും ഇതുപോലെ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ള കറിയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടേബിൾ സ്പൂണ് ഫുള്ള് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും 2 സവാള, നല്ല അത്യാവശ്യം നല്ല വലിയ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നീളത്തിൽ അരിഞ്ഞത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കൊന്നിച്ച് തന്നെ ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂട്ടും കൂടെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്, സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടി പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എരിവിനായിട്ടും. മുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് ഉടയുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തക്കാളി വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി മതിന് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, വെള്ളത്തോടെ ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. നമ്മളിത് അങ്ങനെ ലൂസായിട്ട് കറി ഉണ്ടാക്കി എടുക്കുന്നതല്ല, നല്ല തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളത്തോടെ എടുക്കാതെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, മട്ടൻ വേണമെന്നുണ്ടെങ്കിൽ മട്ടനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഏത് കറിയും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല, ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട, ചെമ്മീൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും ഇത് വെന്ത് വരുമ്പോൾ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചെമ്മീൻ അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇതിൽ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നല്ലൊരു പാകത്തിനുള്ളൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണിത്. ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല തിക്കാകും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലരിഞ്ഞത് കുറച്ചൊരു 3-4 ടേബിൾ സ്പൂണൊക്കെ ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം, ഏകദേശം 1/4 കപ്പ്. ഇനി 1/2 ടീസ്പൂണ് കുരുമുളക്, തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചിക്കൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇത് ഒരുപാട് അങ്ങനെ ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാതിരുന്നാൽ മതി ഈ ഒരു കറി. മട്ടന് അതുപോലെ ബീഫൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുക്കുക. ഒരിച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ഇത് ഇതിനേക്കാളും നല്ല തിക്കാകും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. എന്ത് കറിയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് നമുക്ക് റൈസ് വേവിച്ചിട്ടാൽ നല്ല അടിപൊളി ബിരിയാണി, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു കറി. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ബിരിയാണിയുടെ ഒരു ഗ്രേവി പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ കറിയായിട്ടും യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ തേങ്ങ അരച്ചതൊക്കെ കുറച്ച് ഒരു 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പും വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ. പിന്നെ അതുപോലെ ചൂടാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്. പിന്നെ അതുപോലെ ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. പിന്നെ നമുക്ക് തേങ്ങ ചിരകിയത് ചെറിയ കവറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ യൂസ്ഫുള്ളായിരിക്കും. മൊത്തത്തിലൊരു കവറിൽ തന്നെ ഇട്ട് ഇതിനേക്കാളും ചെറിയ കവറിലൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ സിപ്പ് ലോക്ക് ബാഗാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കവറിലാക്കിയിട്ട് ഒന്ന് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചാലും മതി. ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഓരോ കവർ എന്ന രീതിയിൽ എടുത്താൽ മതി. മൊത്തത്തിൽ നമ്മളെടുത്ത് അങ്ങനെ പുറത്ത് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ കവറിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് തേങ്ങ ചിരകിയത് ഫ്രീസറിലൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തൊക്കെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയിട്ടൊന്ന് വറുത്ത് വെക്കാറുണ്ട്, അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 4 ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല വലിയൊരു കനമുള്ളൊരു പാത്രം എടുത്തിട്ട് ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്ത് കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിങ്ങനെ വറുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കേടുകൂടാതെ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, വേണമെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത്. നമ്മളിങ്ങനെ വറുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് എല്ലാ കറിക്കും യൂസ് ചെയ്യാം. മീൻ കറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ സാമ്പാർ, പിന്നെ കാസർഗോഡൻ സ്റ്റൈലിൽ പല രീതിയിലുള്ള കറിയൊക്കെ വെജിറ്റബിൾ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിനൊക്കെ ഇതുപോലെ തേങ്ങയും മുളകും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിലോട്ടൊക്കെ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ചിക്കൻ കറി, കാസർഗോഡൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറി ഇതുപോലെ തേങ്ങയൊക്കെ വറുത്ത് അരച്ചുണ്ടാക്കിയെടുക്കാറുണ്ട്, അതിന് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കറികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ വറുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തേങ്ങ വറുത്തും വെക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചിരകിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്ത് വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയും വെക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 തേങ്ങയുടെ അളവിലാണ് ഞാനിത് പറയുന്നത്. എന്നിട്ടിത് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറി, ഈർപ്പമൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ
മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരും നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണവും വരുന്നുണ്ട്. അതുപോലെ കളറൊക്കെ മാറി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറി കഴിഞ്ഞിട്ട് നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് കുറേ നാളിത് കേടുകൂടാതെ നിൽക്കും. നമുക്കെല്ലാ കറിക്കും നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യാം. പെട്ടെന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേറൊന്നും ചേർക്കണമെന്നില്ല, ഒരിച്ചിരി ആവശ്യാനുസരണം എടുത്തിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കാണിക്കുന്നത് മുളക് അരച്ചതാണ്. ഇത് ഞങ്ങൾ പ്രത്യേകമായിട്ട് കാസർഗോഡ് ചെയ്യാറുള്ള സംഭവമാണ്. മുമ്പൊക്കെ കൂടുതലും എല്ലാവരും ചെയ്യാറുണ്ട്, ഇപ്പം പിന്നെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ മുളക് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് എല്ലാ കറിക്കും മുളക് പൊടി യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു മുളക് അരച്ചത് യൂസ് ചെയ്യാം. അതുപോലെ വറുത്ത് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ മുളക് വറുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, അതിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ടൊക്കെയാണ് വെക്കാറുള്ളത് ഇതുപോലെ അരച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുളക് അരച്ചത് നോക്കാം. വറുക്കാത്ത അരച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ആദ്യം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വറ്റൽ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറ്റൽ മുളകാകുമ്പോൾ അധികം എരിവുണ്ടാകില്ല, കാശ്മീരി മുളക് എന്നൊക്കെ പറയുന്ന രീതിയിൽ. പിന്നെ വറ്റൽ മുളക് വേറൊരു രീതിയിൽ കുറച്ച് നീളത്തിലുള്ള വറ്റൽ മുളകും വരുന്നുണ്ട്, അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് കിട്ടാത്ത കൊണ്ട് ഞാൻ ഈ ഒരു മുളകാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇതും എരിവില്ലാത്ത മുളകാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഏകദേശം അളവ് പറയുകയാണെങ്കിൽ 50 ഗ്രാം മുളകാണ് കേട്ടോ. ചുട്ടോട് കൂടിയിട്ട് 50 ഗ്രാമാണ്. ചുട്ട് കളഞ്ഞിട്ട് നോക്കുമ്പോൾ 50 ഗ്രാമൊന്നുമില്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാം നിങ്ങൾ എടുത്താൽ മതി. 50 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഇതിനേക്കാളും കൂടുതലൊക്കെ അരച്ച് വെക്കാറുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കഴുകി എടുത്ത ശേഷം ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഗ്രൈൻഡറിലൊക്കെയാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഈ ഒരു അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കഴുകി എടുത്തിട്ടുള്ള മല്ലി തന്നെയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിൽ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ സാധാരണ ഗ്രൈൻഡറിലും അരച്ചെടുക്കാറുണ്ട്. നന്നായിട്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. സാധാരണ തിളപ്പിച്ചെടുക്കണമെന്നില്ല കേട്ടോ, തിളപ്പിച്ചെടുക്കാതെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടെ 1 മാസം കൂടുതലൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ മുമ്പൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് തന്നെയായിരുന്നു, നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് പുറത്ത് തന്നെയായിരുന്നു കേട്ടോ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ കൈയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടൊക്കെ ഉണ്ട് ഒരുപാട്. ആ സമയത്തൊക്കെ ഇങ്ങനെ ഗ്രൈൻഡറൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചിക്കൻ കറിക്കൊക്കെ ഒരുപാട് മുളക് യൂസ് ചെയ്യും. അപ്പോൾ ഇതിലോട്ടിനി ഒരിച്ചിരി ഞാൻ പറഞ്ഞ പോലെ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരിച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടെ നന്നായിട്ട് തിളച്ച് കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളം ചേർക്കാതെ തിളപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ നല്ലോണം തെറിക്കാറുണ്ട്, തിളക്കും തോറും ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരാറുമുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ, കുറച്ച് പാകത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കറിക്കൊക്കെ കുഴപ്പമില്ല, കുറച്ച് ലൂസായിട്ടൊക്കെ ഉള്ള ഈ ഒരു പേസ്റ്റ്. പക്ഷേ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മുളക് പേസ്റ്റല്ലേ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം വെള്ളം ചേർക്കാതെ, കുറേ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഫ്രൈ അങ്ങനെയുള്ളതിനൊക്കെ വേണമെങ്കിൽ നമ്മളിതെല്ലാത്തിനും യൂസ് ചെയ്യും. മീൻ ഫ്രൈ, അതുപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ എല്ലാത്തരം കറിക്കും യൂസ് ചെയ്യും. പക്ഷേ ചിക്കൻ കറിക്ക് മാത്രം ചിക്കൻ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വറുത്തരച്ച മുളകാണ് യൂസ് ചെയ്യാറ്. അതുപോലെ മുട്ട മഞ്ഞത്തണ്ണി എന്ന് പറഞ്ഞിട്ടൊക്കെ, മുട്ട ഗസി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വറുത്തരച്ച മുളകും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയാൽ മതി.
അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും യൂസ് ചെയ്യാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്കിത് 2 മാസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണിത് എല്ലാ കറിക്കും നമ്മൾ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുന്ന എല്ലാ കറിക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മുളക് വറുത്തരച്ച് വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഏകദേശം ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു വറ്റൽ മുളക്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചൊട്ട് കളഞ്ഞ ശേഷം 50 ഗ്രാമൊന്നുമില്ല, കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി എടുത്തിട്ട് വെള്ളം വാർന്നെടുത്തിട്ടുള്ള മുളകാണ്. കുറച്ച് നേരം ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കഴുകിയെടുത്ത ശേഷം. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ നല്ലോണം ഡാർക്ക് കളറാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കറി അത്ര കൊള്ളൂല. ഒരു ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതും ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. സാധാരണ ഒരുപാട് അരച്ച് വെക്കാറുണ്ട്. ഇതിൻ്റെ ഒരു 3-4 ഇരട്ടിയൊക്കെ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവേ ഉള്ളൂ. ഒരു 1.5 കിലോ ചിക്കനൊക്കെ നമുക്ക് ഈ ഒരു മുളക് അരച്ചത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു അളവ് മാത്രമാണ് ഇതിൽ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 50 ഗ്രാം നമ്മൾ മുളക് എടുക്കുന്നുണ്ടെങ്കിൽ 50 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നല്ല വലിയ വറ്റൽമുളക് ഒക്കെ ആണെങ്കിൽ ഒരു 25 വറ്റൽമുളകൊക്കെ കൂട്ടും 50 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് ഏകദേശം 1/2 കപ്പോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, മല്ലിയും കൂടെ വറുത്തെടുത്തിട്ട്. അപ്പോൾ ഇത് ഞാൻ മിനിയാന്ന് ചിക്കൻ മുളക് കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാസർഗോഡൻ കറികളുടെ കൂട്ടത്തിൽ, മഞ്ഞത്തണ്ണിയുടെ കൂട്ടത്തിൽ. അപ്പോൾ അതിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിന്, ഈ ഒരു മുളക് അരക്കുന്നതും കറി ഉണ്ടാക്കുന്നതും മുളക് കറി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിന്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 1/2 കപ്പ് മല്ലിയും കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ ഇതും കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണ് 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് വറുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വറ്റൽമുളകിൻ്റെ എണ്ണം 25 എണ്ണം എന്ന് പറഞ്ഞത് കുറച്ച് ലോങ് ആയിട്ടുള്ള വറ്റൽമുളകാണ് കേട്ടോ. അത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള വറ്റൽമുളകായിരുന്നു. അത് ഏകദേശം ഒരു 50 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലോങ് ആയിട്ടുള്ള വറ്റൽമുളക് ഏകദേശം ഇതിൻ്റെ ഡബിളായിട്ടൊക്കെ വരും. ആ ഒരു വറ്റൽമുളക് 25 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ സൈസിലുള്ള വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ വറ്റൽമുളകൊക്കെ നിങ്ങൾ 25 എണ്ണം എടുക്കുമ്പോൾ മല്ലിയൊക്കെ കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മല്ലിയൊക്കെ ഒരുപാട് നല്ലോണം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാകത്തിനുള്ള മല്ലി ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും കുഴപ്പമില്ല. വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്ന ഇതേ ഉള്ളൂ. പക്ഷെ മല്ലി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനാകണം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചൂടാറോളം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായിട്ട് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. മുളകും അതുപോലെ നമ്മൾ വറുത്ത് വെച്ച മല്ലിയും പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി നന്നായിട്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ ഒന്നും കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. കുതിർത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിലോട്ടെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഗ്രൈൻഡറിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിലാണെങ്കിലൊക്കെ. ഇനി ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ടും ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ, ഓപ്ഷനിലാണ്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒന്നും കൂടെ നല്ലതാണ്. നമുക്ക് തിക്കായിട്ട് അരച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെയല്ലേ വേണ്ടത്. കറിക്കൊക്കെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമ്മൾ ഡയറക്റ്റ് ഇത് കറിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മുളക് അരച്ചത് മാത്രമേ ഉള്ളൂ ചിക്കൻ മുളക് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഡയറക്റ്റ് കറി ഉണ്ടാക്കുന്നെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കുറച്ച് നാളും കൂടെ വെക്കാൻ പറ്റുന്നുണ്ട്. ഓപ്ഷനിലാണ്. തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇതും നമുക്കൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഇതുപോലെ തന്നെ അരച്ച് വെച്ചാൽ നമുക്ക് പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് പിന്നെ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ അരച്ച് വെച്ചാൽ. അപ്പോൾ കണ്ടില്ല, കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കാം. അപ്പോൾ ഇതും നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് ആക്കി വെക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതലൊക്കെ അരച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ കാസർഗോഡൊക്കെ ഇങ്ങനെ പൊതുവെ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന കറിയാണ് ചിക്കൻ മുളക് കറി, ഗീ റൈസ്, അതുപോലെ എന്തെങ്കിലും സൈഡ് ഡിഷൊക്കെ. അപ്പോൾ ഇങ്ങനെ കൂടുതലും അരച്ച് വെക്കാറുണ്ട്, കുറച്ചധികം തന്നെ അരച്ച് വെക്കാറുണ്ട്. പിന്നെ അതുപോലെ മുളക് പൊടിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെക്കാം. മുളക് പൊടി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ അരച്ച് ചെയ്തുണ്ടാക്കുന്ന കറി പറഞ്ഞൊരു ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കാസർഗോഡൻ കറികളൊക്കെ. പിന്നെ അതുപോലെ മെയിനായിട്ട് നോമ്പിൻ്റെ സമയത്ത് ചെയ്യാറുള്ള സംഭവം ഫ്രോസനായിട്ട് വെക്കാൻ പറ്റുന്ന പോലുള്ള സ്നാക്കാണ് ഇതുപോലെ സമൂസ. നമുക്ക് എന്താണോ നമുക്ക് ഫ്രോസനായിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, സമൂസ നമുക്ക് നിർബന്ധമാണല്ലോ, നോമ്പിന് അധിക പേരും കഴിക്കുന്നതാണ് സമൂസ. അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഫ്രോസൺ ആക്കിയിട്ട് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ റെസിപ്പി അടക്കം ഫ്രോസൺ ആക്കി വെക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് സമൂസ മാത്രമല്ല, നമുക്ക് എന്താണെങ്കിലും ഫ്രോസൺ ആക്കി വെക്കുന്ന പലതരം വിഭവങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒറ്റ വീഡിയോയിൽ തന്നെ കുറേ രീതിയിലുള്ള സ്നാക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ അത് നോക്കിക്കോളൂ വേണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് സേവ് ചെയ്യാനൊക്കെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ. ഇതന്നെ ഇപ്പോൾ അരമണിക്കൂർ കൂടുതലാകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യാറുള്ള, ഞങ്ങൾ കാസർഗോഡ് മെയിനായിട്ട് ചെയ്യാറുള്ളതാണ് പത്തലിൻ്റെ പൊടി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ച് വെക്കും. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്, ഞാൻ അധികം നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. ഉമ്മ ഇങ്ങനെ പൊടിപ്പിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പത്തലിൻ്റെ പൊടി എന്ന് പറയുന്നത് കാസർഗോഡൻ പത്തലാണ്, നൈസ് പത്തിരിയല്ല, പച്ചരിപ്പൊടിയല്ല. ഇത് പുഴുക്കലരിയും പച്ചരിയും പിന്നെ അതുപോലെ റേഷൻ പുഴുക്കലരിയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ്. നല്ല പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊടിപ്പിച്ച് നോമ്പിൻ്റെ സമയത്തൊക്കെ വെക്കാറുണ്ട്. പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ മുമ്പൊക്കെ ഗ്രൈൻഡറിലൊക്കെ അരച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇപ്പോൾ കൂടുതലും ഇതുപോലുള്ള പൊടിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടി നമുക്ക് ഇതുപോലെ ഇത്രയും ഇതായിട്ട് നമുക്ക് കിട്ടാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പൊടി ഒന്നും കൂടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം നമ്മൾ അരച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പത്തിരിയെ പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും നോമ്പിൻ്റെ സമയത്ത്. വെള്ളം ചേർക്കാതെ ഇതുപോലെ വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ടും ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ടും ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. നമുക്ക് എണ്ണയിലൊക്കെ വയറ്റുന്ന അങ്ങനെയുള്ള കറിക്കൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് അങ്ങനെയുള്ള മസാലക്ക് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊക്കെ ഉള്ളത് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കറിക്കൊക്കെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്ന കറിക്ക് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. നല്ലൊരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ മതി. പിന്നെ സാധാരണ നമ്മൾ അധികം ചെയ്യാറുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. പച്ചമുളക് ഇത് കേടുകൂടാതെ വെക്കാനുള്ള ടിപ്പൊക്കെ ഞാൻ ഈ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായി. നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് പച്ചമുളക് നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റുന്ന ടിപ്പ്. പിന്നെ അതുപോലെ പച്ചമുളക് മാത്രമല്ല, നമുക്ക് എന്താണെങ്കിലും നമുക്ക് സുലഭമായിട്ട് കിട്ടാറുള്ള സംഭവങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എളുപ്പമാണ് നോമ്പിൻ്റെ സമയത്തൊക്കെ. പിന്നെ മീൻ നമുക്ക് ഇത് കുറേ നമ്മുടെ കയ്യിൽ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിനൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് മീൻ ഒരുപാടുണ്ടെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതുപോലെ വെള്ളം നിറച്ചെന്നെ ചേർത്ത് കൊടുക്കാം മീനിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കുറേ നാളത്തേക്ക് ഫ്രീസറിൽ വെക്കുക, കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് മീൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ള പൊടികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഗരം മസാല പൊടി, അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല, കുരുമുളക് പൊടി പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ എന്ത് പൊടിയാണ് നമുക്കൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ നല്ല രുചിയും ഗുണവും ഒക്കെ കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും. പിന്നെ മുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ മുളക് നമ്മൾക്ക് കഴുകി ഉണക്കി മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിച്ച് വെക്കാം. നേരത്തെ കാണിച്ച പോലെ അരച്ച് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാട്ടെ. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി എന്ത് പൊടിയാണെങ്കിലും ഇതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്